എന്തരാ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലേ? ഇന്ന് വീഡിയോ എടുക്കുന്നില്ലേന്ന്? വീഡിയോ എന്ത് വീഡിയോ? നീയല്ലേ പറഞ്ഞ കാറിന്റെ വീഡിയോ എടുക്കാന്ന്. മനസ്സിലായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചന്മാരെ. അപ്പോൾ നമ്മളെ വീഡിയോ ഒരു കാറിൻ്റെ വീഡിയോ എടുക്കണം. അതായത് കാറെന്ന് വെച്ചാൽ നമ്മളെ കൊമേഴ്ഷ്യൽ സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് വാഹനങ്ങളുടെ കാറുള്ള വീഡിയോ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വാഹനമുണ്ട്. അപ്പോൾ ഒരു 4 വാഹനത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാന്നല്ലോ. അപ്പം മച്ചന്മാരെ നമുക്ക് നേരെ വീഡിയോ തുടങ്ങല്ലേ. 4 കൊമേഴ്ഷ്യൽ വാഹനം, 4 കൊമേഴ്ഷ്യൽ പിക്കപ്പ്, 4 കൊമേഴ്ഷ്യൽ പിക്കപ്പ് കാർ. ഇത് ഏതെല്ലാം വാഹനം നമുക്ക് നോക്കിയാലോ? നമുക്ക് ചെക്ക് ചെയ്യല്ലേ. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ സ്വന്തം മഹീന്ദ്രയുടെ ബൊലറാണ്. ബൊലറോ പിക്കപ്പ് 5 സീറ്ററിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 1.3, 1.4, 1.7, 2.0, അതേപോലെ തന്നെ 5 സീറ്റർ പ്ലസ് 4x4, അതേപോലെ തന്നെ 2 സീറ്റർ 4x4, അതേപോലെ തന്നെ 5 സീറ്റർ 4x4 പ്ലസ് ലോഡിങ് എന്നീ ഈ ഒരു വാഹനം അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ മഹീന്ദ്ര ഞാൻ ഒരുപാട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്നൊക്കെ ഒരു പിടുത്തില്ല. നമ്മളെ GST ഉൾപ്പെടെയുള്ള പ്രൈസിങ്ങിന് ഭയങ്കര വാഹനം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പുതിയ വാഹനം, നമ്പറില്ലാത്ത വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് എനിക്കൊരു ഡൗട്ട്, ഈ മഹീന്ദ്ര ബൊലേറോ എന്താണ് സംഭവം? രാജാവാണോ അല്ലേ എന്ന് അതല്ലേ നമുക്ക് നോക്കേണ്ടത്. അതിന് മുന്നല്ലേ ഇതിന്റെ പിറകിൽ വേറെ മൂന്നാളുണ്ട്, അതും ചെക്ക് ചെയ്യാം. ബാ അടുത്ത വീഡിയോ. അപ്പോൾ അച്ഛന്മാരെ, രണ്ടാമത്തെ രാജാവ് എന്ന് പറയുന്നത് ഇല്ലേ, 2, 3, 4 ഈ 3 രാജാവ് ഉണ്ട്. ഈ 3 രാജാവും ഒരേ എഞ്ചിൻ HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന വാഹനമാണ്. അതായത് നോക്കിയാലോ. അപ്പം നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ സ്വന്തം ടൊയോട്ട ഹൈലക്സ് ആണ്. ടൊയോട്ട ഹൈലക്സ് ഇതേപോലെ തന്നെയാണ്. ഇവൻ ഹൈലക്സ് എന്ന് പറയുമ്പോൾ 5 സീറ്ററിൽ മാത്രമേ അവൈലബിൾ ആയി വരുന്നുള്ളൂ, അല്ലാതെ പിക്കപ്പ് വാഹനം പോലെ അവൈലബിൾ ആയി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ഡ്രൈവിങ്ങും എന്താ പറയുക, ലക്ഷറി കാർ, ഒരു കൊമേഴ്ഷ്യൽ പിക്കപ്പ് അല്ലെങ്കിൽ സ്വന്തമായി ബെഡ്റൂമായി നമുക്ക് താമസിക്കാനുള്ള ഒരു ഇതിലുണ്ട്. അപ്പം ടൊയോട്ട ഹൈലക്സ് ഒന്നും ഞാൻ കുറേ കണ്ടിട്ടൊന്നുമില്ല. നമ്മളെ നാട്ടിൽ ഈ ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡിനെക്കാട്ട് കുറച്ചുകൂടി പ്രൈസിങ് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. നിങ്ങൾക്ക് ആരെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ച് മച്ചന്മാരെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹൈലക്സ് എന്താണെന്ന് വെച്ചാൽ ഹൈലക്സ് നമ്മളെ വേറെ കുറച്ച് 2 വാഹനമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു വാഹനമാണ് ഈ ഹൈലക്സിൻ്റെ പ്രൈസ്. ആക്ച്വൽ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം 35 lakh rupees ആണ്. നമുക്ക് ഏകദേശം അതായത് 34.99 lakh rupees ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇത്തരം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മൈലേജ് ആണ്. മൈലേജ് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൊലറിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം വരുന്നുള്ളത് ബൊലറിൻ്റെ ഏകദേശം ഒരു 12 to 14 വരെ മൈലേജ് കിട്ടിയേക്കാം. എന്നാൽ നമ്മളുടെ ഹൈലക്സിൽ കിട്ടുന്നത് ഏകദേശം 8 മുതൽ 10, 11 വരെ കിട്ടിയെങ്കിലായി മെച്ചന്മാരെ. അതായത് ഹൈലക്സ് 35 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു ഹൈലക്സ് എന്ന ഒരു വാഹനം എടുക്കുന്ന സമയത്ത് കസ്റ്റമറിന് 8 മുതൽ 10 വരെ മൈലേജ് കിട്ടുന്നുള്ളൂ എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്ര വില വരുന്ന ഒരു വാഹനം എടുക്കുന്ന സമയത്ത് എന്താണ് ഇത്ര മൈലേജ്? അതെനിക്ക് യാതൊരു പിടുത്തമില്ല മച്ചന്മാരെ. ഇത് 2 വീലർ ഡ്രൈവിലും 4 വീലർ ഡ്രൈവിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കാറിന് റബ്ബത്തിൽ അതായത് 5 സീറ്ററിൽ പ്ലസ് ഗൂഡ് സ്പേസിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇനി നമുക്ക് 3ാമത്തെ ആളെ പരിചയപ്പെടാം. അപ്പോഴത്തേനും അടുത്ത വീഡിയോ. അപ്പം 3ാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇസുസു എസ്കേപ്പ് ആൻഡ് ഇസുസു D-Max. അറിയാലോ എല്ലാവർക്കും. നമ്മളെ ജപ്പാൻ എന്ന സ്ഥലത്തിൽ ഒരുപാട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് നമ്മളെ ഇസുസു എന്ന് പറയുന്ന വാഹനം. ഇസുസു എന്ന പേര് ഇസുസു അത്രേ ഉള്ളൂ, ചെറിയൊരു പേര്. പക്ഷേ സൈഡ് ഡോറിൽ കുറച്ച് എഴുത്ത് കാണാം. അത് ഇസുസു D-Max ഉണ്ട്, ഇസുസു എസ്കേപ്പ് ഉണ്ട്. ഇസുസു D-Max എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് അതൊരു പിക്കപ്പ് വാഹനമായിട്ടാണ് വരുന്നത്. ഇനി അഥവാ ഇസുസു എസ്കേപ്പ് എടുക്കുകയാണെങ്കിൽ അതൊരു കാർ പ്ലസ് പിക്കപ്പ് വാഹനമായിട്ടാണ് വരുന്നത്. അതാണ് 2 വൈമാറുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇസുസു ക്യാബ് 2 വേരിയന്റിൽ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഒന്ന് 1750 കിലോ പേലോഡുമായി സിംഗിൾ ക്യാബിനോട് വരുന്നതുണ്ട്. പിന്നെ അടുത്തൊന്ന് 5 സീറ്റർ പ്ലസ് ഗുഡ് പേസും ആയിട്ട് വരുന്നുണ്ട്.
ഈ 2 വാഹനം മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം എനിക്ക് അറിയാൻ സാധിക്കുന്നത് അവൻ്റെ സ്റ്റാർട്ടിങ് എക്സ്ഷോറൂം പ്രൈസ് ആണ്. സ്റ്റാർട്ടിങ് എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത് ഏകദേശം 10.9 lakh റുപ്പീസോളമാണ് സ്റ്റാർട്ടിങ് വരുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഒരു ബേസ് വേരിയൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല തോന്നുന്നു. ഏകദേശം എന്തായാലും വരും. AC കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ ഇസുസു ഡിമേഴ്സിൽ ഇപ്പം ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി, ഡ്രൈവിംഗ് അല്ല, ഞാൻ യാത്ര ചെയ്തു. അത്യാവശ്യം നല്ല ഒരു ഇസുസു ഹൈലക്സിനെക്കാട്ടും നല്ലൊരു എന്താ പറയുക മച്ചന്മാരെ, നല്ലൊരു ഒരു യാത്ര സുഖം. നിങ്ങൾ ഒരു തവണ യാത്ര ചെയ്ത് നോക്കണം, നിങ്ങൾ ഉറങ്ങിപ്പോകും. ഞാൻ ഒരുപാട് തവണ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കോ ഡ്രൈവറായിട്ടാണ് യൂസ് ചെയ്തത്. ഒരുപാട് തവണ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ ഈ എന്താ പറയുക ഇസുസുവിൻ്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞല്ലോ 10.9 lakh ആണ് ഈ ഒരു പ്രൈസിങ്ങിന് വരുമ്പോൾ അവൻ്റെ മെയിനേജാണ് പറയുന്നത്. ഇത്ര ഒരു പ്രൈസിങ്ങിന് നമ്മൾ വാഹനം എടുക്കുകയാണല്ലോ. അപ്പോൾ വാഹനം എടുക്കുമ്പം അവൻ്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞു. ഇനി മൈലേജാണ് ഏകദേശം വരുന്നത് 11 മുതൽ 13 വരെയാണ് നമുക്ക് മാക്സിമം അവൻ്റെ മൈലേജ് കിട്ടുള്ളൂ. ആദ്യം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൈലേജാണ്. ആ മൈലേജ് ഒരു പിക്കപ്പ് ഏകദേശം ഒരു 4-5 വർഷത്തോളം പഴക്കമായി ഈ വാഹനം. അപ്പോൾ ആ ഒരു വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 9, 10, 11 എന്ന ആ ഒരു മൈലേജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയതിന് വരുമ്പോൾ 13 വരെ കിട്ടുന്നുണ്ട് പരമശന്മാരെ. ഇനി അടുത്തത് നമ്പർ 1 രാജാവ്. ആ രാജാവ് വരുന്നവർക്കും ഒരു ഷോർട്ട് ബൈക്ക്. അപ്പോൾ മച്ചന്മാരെ, നമ്മളെ ഒന്നാമത്തെ രാജാവ് അതാരാന്ന് അറിയണ്ടേ? അത് വരാറല്ല, നമ്മളുടെ സ്വന്തം കമ്പനി തന്നെ ഞാൻ പറയുന്നത്. പറയാലോ നമുക്കൊന്ന് പറയല്ലേ, നല്ല പറയാൻ നിൽക്കുന്നത്. അപ്പം ക്യാമറമാരുടെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയാണ്. ഒന്നാമത്തെ രാജാവ് എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ടൂർണോൺ 7 ആണ്. ടാറ്റ ടൂർണോൺ 7. അതായത് 3 ജനറേഷനുകളാണ് വന്നിട്ടുള്ളത്. ആദ്യ ജനറേഷൻ വന്നിട്ടുള്ളത് ടാറ്റ ടൂർണോൺ 7. അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുള്ള വാഹനമാണ് ടാറ്റ സെനോൺ പിക്കപ്പ്. അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-14 വർഷമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത വാഹനമാണ്. പക്ഷേ മൈലേജ് ഇല്ല, അത്യാവശ്യം കുറവായതുകൊണ്ട് പിന്നെ നമ്മൾ കൊടുക്കണമെന്ന് തൽക്കാലം ഇപ്പോൾ ചെറിയ വണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും അത് വിട്ടൊക്കെ. ഇനിയിപ്പോൾ തേർഡ് ജനറേഷൻ മുതൽ വന്ന വാഹനമാണ് നമ്മുടെ സ്വന്തം ടാറ്റ യോദ്ധാവ് എന്നാണ് അവന് ശരിക്കും പേര് വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ യോദ്ധാവ് എന്ന് മാത്രമേ വിളിക്കൂ മച്ചന്മാരെ. കാരണം എന്താ വെച്ചാലില്ലേ, യോദ്ധ എന്ന് വെച്ചാലില്ലേ സാധാരണ ആളല്ല. അവൻ്റെ ലോങ് ബോഡി ഞാൻ സത്യത്തിൽ പറയാം. സോറി, ലോങ് ബോഡി അല്ല, അവൻ്റെ ആ ഒരു പിക്കപ്പ് ഏതെല്ലാം വരുന്നുണ്ട് നമുക്ക് നോക്കിയാലോ. ക്യാമറമാൻ കറക്റ്റ് കാണിക്കും. ആ ഒരു പിക്കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന വേരിയന്റ് പറയുകയാണെങ്കിൽ 1.2 എന്ന ഒരു 10 അവൈലബിൾ ആയി വരുന്നുണ്ട് കമ്പനി പറഞ്ഞ പേലോട്. പിന്നെ 1.5 വരുന്നുണ്ട്, അതേപോലെ തന്നെ 1.7 വരുന്നുണ്ട്, അതേപോലെ തന്നെ 2.0 അവൈലബിൾ ആയി വരുന്നുണ്ട്. അതായത് 2000 കിലോവും പേലോട് വെച്ചിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് 5 സീറ്ററിലും അവൈലബിൾ ആയി വരുന്നുണ്ട്. അതും 4x2 വരുന്നുണ്ട്, അതേപോലെ 4x4 വരുന്നുണ്ട്, അതേപോലെ തന്നെ 2 വീൽ ഡ്രൈവിംഗ് നമുക്ക് അവൈലബിൾ ആയി വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, അത് ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആയി വരുന്നില്ല. അതുകൊണ്ട് മാനുവൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പം നമ്മളോട് പറഞ്ഞേക്കാം 1.2, 1.5, 1.7, 2.0 and 4x2, 4x4 and 2 wheel drive and ലാസ്റ്റ് അവസാനം പറഞ്ഞില്ല, അവൻ്റെ എനിക്കും ഇഷ്ടപ്പെട്ടതല്ല ഒരു വണ്ടി എന്ന് പറയുന്നത് ഇസുസു എന്ന വാഹനമാണ്. പക്ഷേ അവൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 220 ആണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. പക്ഷേ അവൻ്റെ ആ ഒരു എന്താ പറയുക മൈലേജ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു 15, ഒരു കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് ഒരു 15 to 16, 17 എന്ന ആ ഒരു മൈലേജ് എത്തിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇസുസു ഡിമേഴ്സ് എടുക്കുന്നതാണ് മച്ചന്മാർ. കാരണം അത്രക്കും കാണാൻ നല്ല പെർഫോമൻസും ഇതുള്ള വാഹനമാണ് നമ്മൾ ഇസുസു ഡിമേഴ്സ് എന്ന് പറഞ്ഞ വാഹനം. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യോധൻ്റെ ഒരു മൈലേജ് നോക്കുകയാണെങ്കിൽ അല്ല, കമ്പനി പറഞ്ഞ മൈലേജ് എന്ന് വെച്ചാൽ 15 മുതൽ 17 വരെയാണ് മൈലേജ് പറയുന്നത്. അതായത് കമ്പനി പറഞ്ഞത് 15 to 17 വരെയാണ് നമുക്ക് കമ്പനി മൈലേജ് പറയുന്നത്. പക്ഷെ കസ്റ്റമറിന് ഉറപ്പായിട്ടും, അതായത് ഏതൊരു ഇടവില പോവുകയാണെങ്കിലും ഉറപ്പായിട്ടും തോന്നുന്ന ഒരു 16 അല്ലെങ്കിൽ 15 എന്തായാലും കിട്ടിയിരിക്കും. ഒരു വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം മൈലേജ്. നിങ്ങൾ ഇത്ര വിലക്ക് പോട്ടെ 1 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സെക്കൻഡിനകത്ത് ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ ഏത് ഓണറിലാണെങ്കിലും ശരി മച്ചന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈലേജ്. നിങ്ങൾ കുറച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുക. ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മൈലേജ് നോക്കുക. മൈലേജിൽ നിങ്ങൾക്ക്
15+ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ വെറുതെ എടുക്കണ്ട, നിങ്ങളുടെ പൈസ പോയി പോകും മച്ചന്മാരെ. 15+ മൈലേജ് കിട്ടുന്ന വാഹനം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതുകൊണ്ട് എനിക്ക് വാഹനത്തിൻ്റെ ലുക്കിലെല്ലാത്തിലും ഇഷ്ടപ്പെട്ടില്ല വാഹനം എന്ന് പറഞ്ഞത് ടാറ്റ യോത തന്നെയാണ്. കാരണം ഇതിന് മുന്നേ യൂസ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, അവൻ്റെ ആ ഒരു കരുത്ത്, HP എന്ന് പറയുന്ന പവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു വാഹനത്തിൻ്റെ ഡോറ് 1.5 അടി പൊക്കം, എന്താ പറയുക, പൊക്കം 1.5 അടി പൊക്കമുണ്ട്. ആ 1.5 അടി പൊക്കം നമ്മൾ ലോങ് ബോഡിയാക്കി യൂസ് ചെയ്തപ്പോൾ ബാക്കിൽ നിന്ന് ഏകദേശം 1.5 ടണ്ണോളം വന്നിട്ടുണ്ട്. 1.5 ടണ്ണ് വന്നിട്ടും വാഹനത്തിൻ്റെ ഫ്രണ്ട് പൊങ്ങിച്ചില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ അർത്ഥറിയോ, കസ്റ്റംബർ യോധന വാഹനത്തിൽ 2000 കിലോ പേലോട് വരുന്ന വാഹനം എടുത്തു, അതിൽ 5000 കിലോ 6000 കിലോ കയറ്റിയാലും വാഹനം എന്താവില്ല, ലീഫ് പൊട്ടിയില്ല, ഫ്രണ്ട് പൊങ്ങില്ല. അത്രക്കും കരുത്തുള്ള ഒരു വാഹനമാണ് ടാറ്റ യോധ എന്ന് പറയുന്ന വാഹനം. ഇസുസു എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖം ഇസുസു എസ്കേപ്പ് ആണ്. അത്രയ്ക്ക് സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് ബന്ധിച്ചുള്ളത്, എന്നാൽ ബാക്കിലോ ലീവ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ബന്ധിച്ചുള്ളത്. അപ്പം നോക്കുമ്പോൾ പിറകിൽ 110+ കിലോ കയറ്റിട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വാഹനത്തിലും അങ്ങനെ തന്നെയാണ്. അതും 5 സീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വാഹനത്തിലും ഹൈലക്സ് ആൻഡ് ബൊലെറോ ഈ 2 വാഹനം വെച്ചില്ല. ടൊയോട്ട ഹൈലക്സിനും ബൊലെറോനും വെച്ചു. ബാക്കി വരുന്ന ഇസുസു എസ്കേപ്പ് ആൻഡ് ടാറ്റ യോധ ഈ 2 വാഹനം, അതായത് എസ്കേപ്പും ഇസുസും യോധയും നോക്കുമ്പം ഈ 2 വാഹനത്തിൽ നമുക്ക് സുഖമായി 110+ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അത് 5 സീറ്ററിൽ മനസ്സിലായില്ലേ? അതായത് 110+ kg വരെ നമുക്ക് കയറ്റി കൊണ്ടുപോകും. അത് മാത്രമല്ല യോധ 5 സീറ്ററിൽ പറഞ്ഞത് 110 തന്നെ പേലോട് പറഞ്ഞുണ്ട്. അപ്പോൾ 210 വരെ കയറ്റിക്കൊണ്ട് പോകാൻ. അപ്പോൾ അത്രക്കെല്ലാം ഉണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഇപ്പം എന്താണ്, അപ്പം അടുത്ത ഒരു ചെറിയൊരു വെള്ളം എടുക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. അപ്പം നമുക്കൊരു കാര്യം പറയണ മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയും. ഇത് നീ മുന്നേ നമ്മൾ സ്കൂളിൽ പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട്, കാറിന്റെ ഈക്കോ, പിന്നെ നല്ല ബെസ്റ്റ് കാർ. പിന്നെ നിങ്ങൾ മച്ചമാരെ ഒരു വെള്ളം കുടിച്ചിരുന്നു. അതെ വെള്ളം എടുക്കരുത്. എന്തായാലും പറഞ്ഞ നമ്മൾ ജസ്റ്റ് ഷോർട്ട് ഇട്ട് വരട്ടെ. അങ്ങനെ മച്ചന്മാരെ നീണ്ടുന്ന സമയം കൊണ്ട് ജസ്റ്റ് നമ്മൾ പറയാണ്, ഒരുപാട് ഒച്ചിടുന്നില്ല. വെള്ളം കുടിച്ചിട്ടും ചെറിയ തൊണ്ടമേലുണ്ട്. ഇത് പനന്നാ നിങ്ങൾക്ക് അറിഞ്ഞില്ല മച്ചന്മാരെ. അപ്പം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇഞ്ചിന്റെ കരുത്ത്, പവറാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിക്കുന്നുള്ളത്. അത് നമുക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം മച്ചന്മാരെ. അപ്പം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ മഹീന്ദ്ര ബൊലെറോ പിക്കപ്പ് മാക്സ് എന്ന ആ ഒരു വാഹനത്തിൽ നോക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് LED എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഗ്രില്ല് കുറച്ചില്ല. പക്ഷെ അടുത്ത ബമ്പറില്ലേ, അത് ബമ്പറല്ല, അത് മെറ്റൽ വർക്കാണ്. അത്രക്കും സ്ട്രോങ്ങിലാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു എന്താ പറയുക, ആ ഒരു വാഹനം ബൊലെറോൻ്റെ കരുത്ത് HP പവറിന് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നത് 80 HP, അതായത് 18 HP പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 4x4-ലാണെങ്കിലും 4x2-ലാണെങ്കിലും 2 വീൽ ഡ്രൈവിലാണെങ്കിലും 18 HP പവർ ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ ഫ്യൂൽ ടാങ്ക് വന്നിട്ടുള്ളത് വലതുവശത്ത് പിറകിലായിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം തിരക്കില്ലാത്ത മൈലേജ് 1300 മൈലേജ് കിട്ടുമെന്ന് കസ്റ്റമർ പറഞ്ഞ ഉറപ്പായി കിട്ടും. അങ്ങനെ ആ വരുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് മഹീന്ദ്ര പോലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഇനി പറയുന്നത് കുറച്ച് വാഹനം കൂടിയും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അവൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഏകദേശം 1445 എന്ന ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ടൊയോട്ട ഹൈലക്സ് എന്ന വാഹനത്തിനാണ്. ഹൈലക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 60 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഏകദേശം 60 ലിറ്റർ കപ്പാസിറ്റി വന്നു പറഞ്ഞാൽ 1 ലിറ്റർ ഡീസൽ കൊണ്ട് നമുക്ക് ഏകദേശം 8 മുതൽ 10 വരെ മൈലേജ് കിട്ടും. ആ ഒരു മൈലേജിൽ നമുക്ക് അവൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇഞ്ചിൻ കരുത്ത് HP പവർ ഉൽപ്പാദിക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് തോന്നുന്നു 100 HP എന്നാണ് പവർ ഉൽപ്പാദിക്കുന്നത്. അതായത് 0 to 100 അടിക്കാൻ എത്ര സ്പീഡ് എനിക്ക് അറിഞ്ഞിട്ട്, അതിന് ഫുൾ സ്പീഡ് ഉണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞിട്ട് നിങ്ങൾ ഹൈലക്സ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും മച്ചന്മാരെ. നമ്മളെ ക്യാമറ കറക്റ്റ് വെച്ചേക്കും. അപ്പം നമ്മുടെ ഹൈലക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 100 HP പവറാണ്. അതുമാത്രമല്ല 110+ kg കൊണ്ടുപോകാനും പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഇസുസു എസ്കേപ്പ് ആൻഡ് ഇസുസു D-Max ആണ്. ഇസുസു നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി. എസ്കേപ്പ് വെച്ചാൽ 5 സീറ്ററും D-Max വെച്ചാൽ സിംഗിൾ ക്യാബിനുമാണ് ചേർന്നത്. അപ്പം അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാഹനത്തിൽ സെയിം തന്നെയാണ്.
55 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ 55 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നത് കൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിന് മൈലേജ് ഞാൻ പറഞ്ഞു 11 മുതൽ 13, 14 വരെ മാക്സിമം കസ്റ്റമറിന് മൈലേജ് കിട്ടിയാലായി. ഏകദേശം ഇപ്പോൾ തന്നെ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള കസ്റ്റമർ ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സിനനുസരിച്ചും ഓരോ ബിസിനസ്സിനനുസരിച്ചും ഓടുന്നവരുണ്ട്, എനിക്കറിയാം. അതിലൂടെ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകിൽ വേറെ വാഹനം നമ്മൾ യോദ്ധാവ്, ടാറ്റ യോദ്ധ നോക്കുകയാണെങ്കിൽ യോദ്ധ ഒരുപാട് പേരിൽ പറഞ്ഞല്ലോ, പറഞ്ഞില്ല പറഞ്ഞ സ്ഥിതിക്കില്ല. ഇനിയിപ്പം അവൻ്റെ ഒരു പവർ കൂടി പറഞ്ഞേക്കാം. 100 HP പവറാണ് കരുത്ത്. അതായത് ഇസുസു അതേപോലെ തന്നെ യോദ്ധ, ഹൈലക്സ് ഈ 3 വാഹനത്തിനും 100 HP പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ബൊലേറോക്ക് മാത്രം 18 HP പവർ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു. പാർട്ട് 2 വരുന്നുണ്ടല്ലേ? അപ്പോൾ പാർട്ട് 2 ചെയ്യണോ? പാർട്ട് 2 നമ്മൾ ഈക്കോ എന്ന വാഹനത്തിന്, ഈ വാഹനത്തിൽ നമ്മൾ ഈ 4 വാഹനത്തിനും മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ മച്ചന്മാരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈക്കോ കുറച്ച് കാറുകളുണ്ട്, ആ കാറിന്റെ റിവ്യൂ കൂടി പറഞ്ഞേക്കാം. അപ്പം മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കൊന്ന് കുറച്ചുകൂടെ പറയാനുണ്ട്. നമ്മളുടെ വാഹനത്തിന്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞേക്കാം. ഒന്നും കൂടി പ്രൈസിങ് പറഞ്ഞ് ഞാൻ ഏകദേശം പറഞ്ഞേക്കാം. ബൊലേറോക്ക് ഏകദേശം ഒരു ടോപ്പ് എൻഡ് നോക്കുമ്പോൾ ഏകദേശം ഒരു 9 lakh വരെ വന്നേക്കാം. ടാക്സി ഇൻഷുറൻസ് വെച്ച് നമുക്ക് ഒരു 10 lakh വരെ വന്നേക്കാം. ഇസുസിലൊക്കെ എടുക്കുമ്പോൾ എല്ലാം വെച്ച് ഒരു ടോപ്പ് എൻഡിന് ഏകദേശം ഒരു 12 ലക്ഷം രൂപ വരെ, ടാക്സി ഇൻഷുറൻസ് വെച്ചിട്ട് ഒരു 12 ലക്ഷം വന്നേക്കാം. യോദ്രയിലൊക്കെ എടുക്കുമ്പോൾ ടോപ്പ് എൻഡിന് ഏകദേശം എല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു 11-1150 ആ റേഞ്ച് വരെ വന്നേക്കാം. ഈ ഹൈലക്സ് കിടക്കുമ്പോൾ ടാക്സി വാഹനത്തിന് തന്നെ വരികയാണെങ്കിൽ ആ ഒരു ടാക്സിൻ്റെ വാഹനത്തിന് ഏകദേശം ഒരു 25 അവൻ്റെ ആക്സിഡൻറ്റ് പ്രൈസ് വരുന്ന സമയത്ത് എല്ലാം നോക്കിച്ച് നോക്കുമ്പോൾ ടാക്സി ഇൻഷുറൻസ് എല്ലാം നോക്കുമ്പോൾ ഏകദേശം 36 lakh rupees ഓൾസോ വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഹൈലക്സ്, ഇസുസു, യോദ്ധ ആൻഡ് ബൊലേറോ ഈ 4 വാഹനം നമുക്ക് ഓഫ് റോഡിൽ അവൈലബിൾ ആയി വരുന്നുണ്ട്. അതായത് 4 വാഹനവും 4x4 ഓഫ് റോഡ് അല്ലേ? അതെ, നമ്മളെ ക്യാമറ പറഞ്ഞിട്ട് ഓഫ് റോഡ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ ക്യാമറമാന് ഈ പറഞ്ഞ 4 വാഹനത്തിൽ ഒരു വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണ് വാഹനം? ഏതൊരു വാഹനം ഇഷ്ടപ്പെട്ടിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഏത് ഇസുസു. ഉറപ്പ് തന്നെയാണ്. അതെന്താണ് ഇഷ്ടപ്പെട്ട കാരണം? ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഹൈലക്സ് അതെ. അപ്പോൾ യോദ്ധ, ബൊലേറോ ഒന്നും പോരാ. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടത് ഇസുസു തന്നെയാണ്. പക്ഷേ പവറിലെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് യോദ്ധയാണ്. പക്ഷെ അത്യാവശ്യം ഒരു തിരക്കില്ലാത്തൊരു മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് അതെ. പിന്നെ 2 വാഹനം നമുക്ക് ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആയി വരുന്നുണ്ട്. അതേതൊക്കെ നോക്കിയാൽ ഹൈലക്സ് ആൻഡ് ഇസുസു ഈ 2 വാഹനവും നമുക്ക് ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആയി വരുന്നത്. പിന്നെ ഈ പറഞ്ഞത് 4 വാഹനവും നമുക്ക് ഈ എഞ്ചിൻ പറഞ്ഞു. പക്ഷെ അവൻ്റെ ആ ഒരു വരുന്ന വേരിയൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡീസൽ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഡീസൽ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ 4 വാഹനവും 4 സിലിണ്ടർ എഞ്ചിനാണ് കരുത്തോട് കൂടെ വരുന്നുള്ളത്. നമ്മളുടെ മീൻ പിടുത്തക്കാരന് പോയി മീൻ അവിടെ പിടിച്ച് ഇവിടെ പരക്ക് വെച്ച് വന്നിരുന്നു. ഫ്രോഗ് എടുത്തിനാ മോളില് പോവാ. അപ്പൊ മച്ചന്മാരെ, അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ രണ്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് വന്ന് വീഡിയോ അയച്ചു കൊടുത്തേക്കൂ. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാറുകളുടെ വീഡിയോ ആണ്. കുറച്ച് ഒരു 3 കാറുണ്ട്. എന്താണ് വേണ്ടി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.